ഷീത്തെ, ഇപ്പോൾ യമനിൽ നമ്മുടെ ഒരു മലയാളി, പാലക്കാട്ടുകാരി നിമിഷപ്രിയ, വളരെ ഒരു ദുഃഖകരമായൊരു ഒരവസ്ഥയാണ്. നമുക്ക് മലയാളികൾ എന്നുള്ള രീതിയിൽ നമുക്കും അതിൽ സങ്കടമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു യമനിലേക്കുള്ള യാത്രയും? നിമിഷപ്രിയയും ഭർത്താവ് ടോണിയും അവർ യമനിലേക്ക് പോവുകയാണ്. അവിടെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലായിരുന്നു ഭർത്താവിന് ജോലി. നിമിഷപ്രിയ നേഴ്സായിരുന്നു. അവിടെ നേഴ്സിൻ്റെ ജോലിയും ചെയ്തു. ആ രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് യമൻ പൗരൻ തലാൽ അബ്ദുൽ മഫ്തി എന്ന് പറയുന്ന യമൻ പൗരനെ ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നു. ആ പരിചയം പിന്നീട് ഒരു ബിസിനസ് സ്ഥാപനം ആ രീതിയിലേക്ക് വരെ എത്തി. അതായത് സ്വന്തമായൊരു ക്ലിനിക്ക് നിമിഷപ്രിയയും മഫ്തിയും കൂടെ ആരംഭിക്കുകയാണ്. അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു ജീവിതത്തിന്റെ ഇത്രയേറെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഇവര് ഈ ഇപ്പം ഇന്ത്യയിലുള്ള മറ്റു രാജ്യങ്ങളിലെ ഒരാൾക്ക് അവിടെ അങ്ങനെ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങാനുള്ള സംവിധാനങ്ങളില്ല. അതാണ് ഈ ഒരു യമൻ പൗരനെ കൂട്ടി ചെയ്യാനേ പറ്റുള്ളൂ. അവിടുത്തെ പൗരന്മാർക്ക് മാത്രമേ അത്തരത്തിലുള്ള ഒരു ബിസിനസ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയും യമൻ പൗരൻ തലാൽ അബ്ദുൽ മഫ്തിയും കൂടെ ഇത്തരത്തിലുള്ളൊരു സ്ഥാപനം ആരംഭിക്കുകയാണ്. ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ തന്നെ നിമിഷപ്രിയ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കുടുംബം തന്നെ പറയുന്നുണ്ട്, നല്ല രീതിയിലായിരുന്നു ബിസിനസ് മുന്നോട്ട് പോയത്. ഇദ്ദേഹം, അതായത് മരണപ്പെട്ട മഫ്തി, വളരെ സൗഹൃദപരമായി അല്ലെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെയായിരുന്നു ഇവരുടെ സൗഹൃദവും ബന്ധവും മുന്നോട്ട് പോയത് എന്ന് നിമിഷപ്രിയ തന്നെ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് ഈ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഇവർ ഈ ഫാമിലി ആയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നത് മകളുടെ മാമോദിസ ആ ചടങ്ങിന് വേണ്ടി നാട്ടിലേക്ക് വരികയും, അതാണ് ഏറ്റവും രസകരം, ഈ തലാൽ അബ്ദുൽ മഫ്തി വരെ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് വളരെ ഡീപ്പായിട്ടുള്ള കുടുംബ സൗഹൃദം. പക്ഷെ പിന്നീട് തിരിച്ചു പോയത് നിമിഷപ്രിയയും അബ്ദുൽ മഫ്തിയാണ് യമനിലേക്ക് തിരിച്ചു പോയത്. ഭർത്താവും കുഞ്ഞും നാട്ടിലെ ആണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇവരുടെ സൗഹൃദത്തിൽ വിള്ളലുകൾ ഉണ്ടാവുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും അത്തരത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു പറയുന്നത്. ലാഭം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഈ തലാൽ ഇത് ഈ നിമിഷപ്രിയ ഭാര്യയാണെന്ന്. അതെ, അത് ഭാര്യയായി അവിടെ മത ആചാരപ്രകാരം വിവാഹം ചെയ്തു. അത് ഭീഷണിയുടെ പുറത്താണെന്നാണ് നിമിഷപ്രിയ പറയുന്നത്. അത് ഒരുപക്ഷെ അവിടെ ഇങ്ങനെയൊരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ നിയമപരമായ കാര്യത്തിന് വേണ്ടി ചെയ്തതാകാം എന്നും പറയുന്നുണ്ട്. വേറൊരു കാര്യം, ഈ യമൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകൾ എന്ന് വെച്ചാൽ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഭരണ സംവിധാനം ഇല്ല. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഏതൊക്കെ ഗ്രൂപ്പുകളായിട്ട് ബന്ധമുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഒരു പെൺകുട്ടിയാണ്. അതെ, സ്വാഭാവികമായിട്ടും അവൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതെ, ഭീഷണിപ്പെടുത്തി വിവാഹം ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് പല തരത്തിലുള്ള, അതായത് ശരിക്കും പറഞ്ഞാൽ ഇവര് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വീണ്ടും കാശിന് വേണ്ടി നാട്ടിൽ വന്നു എന്നും പറയുന്നുണ്ട്. കാശ് തികയാതെ വന്നു. കാശിന് വേണ്ടി ഇവരുടെ ആഭരണങ്ങൾ, അതായത് നിമിഷപ്രിയയുടെ ആഭരണങ്ങൾ, അതല്ലാത്ത അവരുടെ സമ്പാദ്യം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തു അയാളുടെ പേരിലാണ്. പിന്നീട് ഇയാൾ മത ആചാരപ്രകാരം വിവാഹം ചെയ്തു. അത് ഒരു കുടുക്കായിരുന്നു എന്നാണ് നിമിഷപ്രിയയുടെ ഭാഗത്തു നിന്നും പറയുന്നത്. അതായത് പിന്നീട് പലർക്കായിട്ട് ഈ സ്ത്രീയെ കാഴ്ചവെക്കാൻ വേണ്ടി ഇയാൾ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി, ലൈംഗിക വൈകൃതങ്ങൾ കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് പാസ്പോർട്ട് തടഞ്ഞു വെച്ചു, പാസ്പോർട്ട് എടുത്ത് മാറ്റിവെച്ചു. ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അതിന് ഭർത്താവിനെ തിരിച്ചു വരാൻ സമയത്ത് യമനിൽ യുദ്ധം നടക്കുന്നു. അതെ, സൗദി യമൻ യുദ്ധമായിരുന്നു. അതുകൊണ്ട് ഭർത്താവിനെ അങ്ങോട്ട് പോകാനും പറ്റില്ല. ഇത് നന്നായിട്ട് മുതലെടുക്കുകയും ചെയ്തു. അതെ. പിന്നീട് അവിടെ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. നിമിഷപ്രിയയുടെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവർക്ക് നാട്ടിലേക്ക് വിളിച്ചറിയിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലായിരുന്നു പിന്നീടുണ്ടായിരുന്ന കാര്യങ്ങൾ. ആ ഒരു സിറ്റുവേഷനിൽ ഒരു സ്ത്രീ എങ്ങനെയാണോ പ്രതികരിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത്. പക്ഷെ നമ്മളാരും കൊല്ലുന്നതിനെ ന്യായീകരിക്കുന്നതല്ല.
ആരായാലും അതായത് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ അവരെ ന്യായീകരിക്കാനും കഴിയില്ല. പക്ഷെ എന്താണ് അവരെന്താണ് അനുഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അവർക്ക് അവിടെ ഒരു സഹായി ഉണ്ടായിരുന്നു. അതെ അതെ, ഹനാൻ, മറ്റൊരു സ്ത്രീ. അതെ, അത് യമൻ സ്വദേശിനിയായ ഒരു സ്ത്രീ, അത് ഈ ക്ലിനിക്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന നേഴ്സ് തന്നെയാണ്. അപ്പം ഈ ഒരു പാസ്പോർട്ട് എടുത്തു വെക്കുന്നു, പലതരത്തിലുള്ള ക്രൂരതകൾ, സമ്പാദ്യം മുഴുവൻ പോയി, നാട്ടിലെ കുടുംബത്തെ ഓർത്തുള്ള സങ്കടം എല്ലാം ഈ നിമിഷപ്രിയയെ ആകെ തകർത്തിരിക്കാം. കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള വൈകാരികമായ പ്രശ്നങ്ങൾ. അങ്ങനെയാണ് ഈ അനസ്തേഷ്യ, ഓവർ ഡോസ് അനസ്തേഷ്യ, മയക്കിക്കിടത്തി എന്നാണ് പറയുന്നത്. മയക്കി കിടത്തിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നാണ് അവരുടെ വാദം. പിന്നീട് പാസ്പോർട്ട് എടുത്ത് രക്ഷപ്പെടുന്ന ഘട്ടത്തിലാണ് അതിർത്തിയിൽ വെച്ച് അവിടുത്തെ പോലീസിന്റെ പിടിയിലാവുകയും പിന്നീട് ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ഇയാളുടെ തലാൽ അബ്ദുൽ മഫ്തിയുടെ മൃതദേഹങ്ങൾ കഷ്ടങ്ങളായി. അതാണ് അവിടുത്തെ ദുരൂഹത. അതെ അതെ, അവിടുത്തെ ആ ഒരു കാര്യത്തിൽ വളരെയേറെ ദുരൂഹതയുണ്ട്. കാരണം നിമിഷപ്രിയ സമ്മതിക്കുന്നുണ്ട്, മയക്കിക്കിടത്തി തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതെ, ഞാൻ കൊന്നിട്ടില്ല എന്ന് നിമിഷപ്രിയ പറയുന്നുണ്ട്. അതായത് മയക്കിക്കെടുത്തിയ ആ ഒരു സമയം വരെയുള്ള കാര്യങ്ങൾ അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് അവിടുത്തെ കോടതിയോ അല്ലെങ്കിൽ കേൾക്കേണ്ട ആളുകളോ അത്തരത്തിൽ കേട്ടില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് വധശിക്ഷ കീഴ്ക്കോടതി. അതെ, ഇപ്പം അവിടുത്തെ വധശിക്ഷ അത് ശരിവെച്ചിരിക്കുന്നു, അപ്പീലൊക്കെ തള്ളിയിരിക്കുന്നു. 2017 ഈ ഒരു കൊലപാതകം നടക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ അമ്മയുടെ ഒരു പോരാട്ടം കൂടെ ഇതിന് പിന്നിലുണ്ട്. അമ്മയുടെ ഭാഗത്ത് നിന്ന് അവര് വേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊരു സാധാരണ സ്ത്രീയാണ്. പാലക്കാട് പോലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ, അതായത് പാലക്കാടല്ല, കൊല്ലങ്കോട് ചെറിയൊരു ഗ്രാമത്തിൽ ജീവിക്കുന്ന അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതും ആലോചിക്കേണ്ട കാര്യമാണ്. പലതരത്തിലുള്ള ഇടപെടലുണ്ട്. വ്യവസായി യൂസഫ് അലി അടക്കമുള്ള ആളുകൾ അവരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യവും യമനും തമ്മിൽ നയതന്ത്രപരമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നയതന്ത്രപരമായ ബന്ധം നമ്മുടെ രാജ്യവും യമനും തമ്മിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്ന ബ്ലഡ് മണി കൊടുക്കുക എന്നുള്ളത്. അതായത് ഈ കൊല്ലപ്പെട്ട അബ്ദുൽ മഫ്തിയുടെ കുടുംബത്തിന് പണം കൊടുത്ത് അവർ, അതായത് ആ ഒരു കുടുംബവും അവരുടെ ഒരു ഗോത്രമുണ്ട്, ആ ഒരു ഗോത്രവും നിമിഷപ്രിയക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാം എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു പ്രതീക്ഷ. പക്ഷെ ഇപ്പോ മറ്റൊരു രാജ്യം ഇറാൻ ഇടപെടുന്നു. ഇറാന്റെ ഒരു പ്രതിനിധി ഡൽഹിയിൽ വരികയും നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളുമായി ആൾക്കാരുമായി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം നിമിഷപ്രിയയെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. കൃത്യമായി അത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഇടപെടൽ കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അത്തരത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇടപെടൽ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഇറാൻ ഒരു അറബ് രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. യമനോട്, ആ രാജ്യത്തോട് അല്ലെങ്കിൽ ആളുകളോട് സംസാരിച്ച് അടുത്തു നിൽക്കുന്ന രാജ്യമാണ്. സംസാരിച്ച് ഒരു മാനുഷിക പരിഗണന, ഒരു സ്ത്രീയാണ്, അമ്മയാണ്, ആ തരത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റാവാം, ശരിയാവാം, അതൊന്നും നമുക്കറിയില്ല. അവർ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു അത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടാവാം. തീർച്ചയായും. നമ്മള് ഗദ്ദാമ സിനിമ ഓർമ്മ, ഗദ്ദാമയില് അത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നായിക കാവ്യമാധവൻ അനുഭവിക്കുന്ന ഒരു ഭാഷ അറിയില്ല. ഇതിൽ ഭാഷ അറിയാത്ത മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. അറബിയിൽ തയ്യാറാക്കിയ കുറ്റപത്രം ഇവര് നിർബന്ധിച്ച് ഒപ്പിടിച്ചു. പിന്നെ അവര് പറയുന്നത് ഹനാൻ, അതായത് അവിടുത്തെ യുവതി, ഇവരുടെ സുഹൃത്ത് നിമിഷപ്രിയയുടെ, അവരും ഈ ഒരു കേസിൽ പങ്കാളിയാണ്. അവർക്ക് ജീവപര്യന്താണ് കിട്ടിയിരിക്കുന്നത്. നിമിഷപ്രിയക്ക് വധശിക്ഷയും വിധിച്ചു. ആരായിരിക്കും ഈ ഇയാളെ വെട്ടി നുറുക്കിയത്? അതൊരു സംശയമാണ്. മാത്രമല്ല, അത് ആ ഒരു കുറ്റം ഇവരിൽ ആരോപിക്കപ്പെടുമ്പോൾ അതിന് തക്കമായ തെളിവുകൾ ചിലപ്പോൾ അവിടുത്തെ കോടതിയിൽ അത് സമർപ്പിച്ചിട്ടുണ്ടാവും. നമുക്ക് കൂടുതൽ വ്യക്തതയില്ല. ഇത് ചെയ്തത് ഇവർ തന്നെയാണ് എന്ന് അങ്ങ് സ്ഥാപിക്കുന്ന പോലെയാണ്
കാര്യങ്ങൾ പിന്നീട് പോയതാണ്. അതാണ് സംശയത്തിന് ഒരു സ്ത്രീയെപ്പോലെ നിമിഷയെ പോലത്തെ ഒരു സ്ത്രീക്ക് എന്തായാലും അത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നു. എൻ്റെ മക്കളെ കാണണം, എനിക്ക് പാസ്പോർട്ട് എടുക്കണം. ഗദ്ദാമയിൽ ഇതല്ലേ അവസ്ഥ, ഇതല്ലേ പാസ്പോർട്ട് കൊടുക്കുന്നില്ല, എന്ത് കഷ്ടപ്പെട്ടാണ് തിരിച്ച് നാട്ടിലേക്ക്. നമ്മൾ ചിന്തിക്കേണ്ടത് അത് തന്നെയാണ്. നമ്മുടെ രാജ്യം പോലെ ഒന്നുമല്ല മറ്റു രാജ്യത്തെ നിയമങ്ങളും. അതുമാത്രമല്ല, അവിടെ ഒരു കാടൻ നിയമങ്ങളാണ്. കാര്യം ആ സർക്കാർ സ്ഥിരമായുള്ളൊരു സർക്കാരല്ല, എപ്പോഴും വേണോ മാറാം, എപ്പോഴും പ്രതിസന്ധികളാണ്. അതെ, അവിടെ ഒരുപാട് ഗ്രൂപ്പത്തിന്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരെ വിമർശിക്കുക, കുറ്റങ്ങൾ പറയാ എന്നല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യമൊന്നും മറ്റു സ്ഥലത്ത് പോയാൽ എവിടെയില്ല. നമ്മുടെ തൊട്ടടുത്ത രാജ്യങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും എന്താണ് നടക്കുന്നത് എന്ന് ആലോചിച്ചാൽ തന്നെ തീർച്ചയായും നമ്മള് ആ ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ വില, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഒരു അതിന്റെ സൗന്ദര്യം നമുക്ക് മറ്റു രാജ്യത്ത് പോയാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പം നിമിഷയ്ക്ക് വധശിക്ഷയാണ്. ഇപ്പം പ്രസിഡന്റ് ശരിവെച്ചു. അപ്പം ഇനി വളരെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആരാച്ചാർ മുതുകിൽ വെടിവെച്ച് നെഞ്ചിൻ്റെ ഭാഗത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ ശിക്ഷ നടപ്പിലാക്കി. അപ്പം അതിന് മുന്നേ അതാണ് ഈ ഇറാന്റെ ഇടപെടലൊക്കെ ഒരു പ്രതീക്ഷയോടെ നമുക്ക് കാണാം. പിന്നെ ഒരു രാജ്യം, അതായത് നമ്മുടെ രാജ്യത്തിന് സർക്കാർ തലത്തിലും ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. മറ്റൊരു രാജ്യത്ത് നടന്ന ഒരു ക്രൈമാണ്, കൊലപാതകമാണ്. ഇപ്പോൾ അറബ് രാജ്യങ്ങൾ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് വധശിക്ഷയ്ക്ക് പലരെയും കൊണ്ടുവന്നിട്ടുണ്ട്. വിധിക്കപ്പെട്ട ആളുകളെ തുറന്നു വിടുന്നു. ഇപ്പം ദുബായിൽ നിന്നും അല്ലെങ്കിൽ ഒരു നയതന്ത്ര ബന്ധത്തിന്റെ പേരിൽ അതിക്രൂരമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത്, അതായത് ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് ജയിലിൽ അടക്കപ്പെട്ട ആളുകളൊക്കെ അത്തരത്തിലൊക്കെ നമ്മുടെ രാജ്യം തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്തരം കൊലപാതകങ്ങൾ ഇന്ത്യയിൽ നടക്കുകയാണെങ്കിൽ അതൊരു വധശിക്ഷയില്ല. മാത്രമല്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു വധശിക്ഷയില്ല. കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടികളായിരിക്കും. ഇതില് പറഞ്ഞു കേൾക്കുന്നത് ഇവർക്ക് കൃത്യമായ ഒരു അഭിഭാഷകനെ വെക്കാൻ പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഈ സേവ് നിമിഷപ്രിയ ക്യാമ്പയിൻ നടത്തിയത് ഇന്റർനാഷണൽ ലെവലിൽ ആ ഒരു ക്യാമ്പയിൻ പോവുകയും ആ ഇന്റർനാഷണൽ ലെവലിൽ നിന്നുള്ള പിന്തുണ, അതായത് സംഘടനയുടെ പിന്തുണ കൊണ്ട് മാത്രമാണ് പിന്നീട് ഒരു അഭിഭാഷകനെ വെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് അത്രത്തോളം സങ്കീർണമായ പ്രശ്നമായിരുന്നു. പ്രശ്നങ്ങളിലൂടെയാണ് ഒടുവിൽ ഇപ്പോൾ ഒരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്. സ്ത്രീ ഒരിക്കലും അബലയല്ല. പക്ഷെ സ്ത്രീക്ക് ചില സമയത്ത് നമ്മുടെ സ്വന്തം രാജ്യത്തിൽ പ്രശ്നമില്ല, മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ ഭാഷാ പ്രശ്നം, ജീവിത സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളാണ്. തൻ്റെ സമ്പാദ്യം മുഴുവനും പോയി. പിന്നെ പലരും വിമർശിക്കുന്ന പലരും എന്തിനാണ് അവിടെ പോയിട്ട് നിങ്ങൾ ഇത് ബിസിനസ് ആരംഭിച്ചത്. കേരളത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇന്നത്തെ ഈ ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്ത്? എന്തെങ്കിലും ബിസിനസ് ഇവിടെ ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ജോലി? ഇവിടെ പലരും കേരളം വിട്ടുപോവുകയാണ്. പ്രത്യേകിച്ച് നേഴ്സ്, നമ്മുടെ എന്താ പറയാ, ഇവിടെ നിരന്തര സമരത്തിലാണല്ലോ നഴ്സുമാരുടെ സമരം. സ്നേഹത്തിന്റെ മാലാഖമാർ എന്ന് പറയുന്നേ അവർക്ക് കിട്ടുന്ന ഇവിടെ കിട്ടുന്ന ശമ്പളം എത്രയാന്നുള്ളതും തീർച്ചയായും ഷീതക്ക് തന്നെ എത്ര വാർത്തകളാണ് കൂടുതൽ. അങ്ങനെയുള്ള ആള്, അതായത് നേഴ്സായി അവിടെ പോയി ജോലി ചെയ്യാ, പിന്നീട് തലമുറകൾക്ക് എന്തെങ്കിലും കരുതി വെക്കാം എന്നൊക്കെ കരുതിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നത്, ബിസിനസ് ആരംഭിക്കുന്നതൊക്കെ. അതിനെ വിമർശിച്ചുകൊണ്ട് ചിലർ അവിടെ പോയിട്ട് ബിസിനസ് ആരംഭിച്ചില്ലേ, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ ഒരു തന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു പ്രശ്നക്കാരാണത്. മാനസിക രോഗികളെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ആ ഒരു സഹോദരി തിരിച്ചു വരട്ടെ നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരട്ടെ. അവർ ഏത് രീതിയിലാണ് അവരുടെ ഒരു എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന് വ്യക്തമായി നമുക്കറിയില്ല. എന്നാലും മാനുഷിക പരിഗണന, രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, ഭർത്താവുണ്ട്. മാനുഷിക പരിഗണന ലഭിക്കേണ്ടതാണ്. മറ്റ് രാജ്യങ്ങൾ ഇടപെട്ട്, ഇറാനെ പോലുള്ള രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ പ്രതീക്ഷയോടെ കാണാം.